നമ്മുടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രി കാലവും സർവശക്തനാധിപത്യത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പുനമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനാധിപൻ നമ്മെ സഹായിക്കുന്ന എല്ലാ കൃപകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്ന വാഴ്ത്തും. നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 16ാമത് രാത്രികാലവും ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ഓരോ സെക്ഷനിലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. ഇന്ന് രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കും കർത്താവിൻ്റെ ദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട വിവരണത്തിനും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹവന്ദനത്തറിയിക്കുന്ന വിശേഷാൽ ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദിവസത്തോടെ ദർശനം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ അലക്സ് ജോൺ അവരുടെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസൻ പരുത്തിപ്പാറ IPC സഭയുടെ ശുശ്രൂഷകനാണ്. കർത്തൃദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ വന്ദനമറിയിക്കുന്നു. സർവശക്തനാധിപൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവ് ശക്തീകരിക്കട്ടെ. കർത്തൃദാസനെ ഓർത്ത് കരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാൽ ശക്തിയോടെ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്തൃത്വത്തിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രിയിൽ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകല് ശക്തമായ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായാണ് ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ഷിജു, മറ്റ് കർത്തൃദാസന്മാർ, ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുകയാണ്. ദൈവാഭിഷേകത്താൽ നിറച്ചു. 11ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. വളരെ ചെറുപ്പം മുതൽ കർത്തൃവേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ദൈവം അവസരം നൽകി. ദീർഘവർഷങ്ങളായി ദൈവവചനം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മോട് സംസാരിക്കട്ടെ. വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ വ്യക്തിപരമായ ദൂതുകൾ, ആലോചനകളൊക്കെ പറയുവാനുള്ള നിയോഗമുണ്ടെങ്കിൽ സ്പെസിഫിക്കായിട്ട് പറയുന്നതാണ്. എന്നാൽ അതിനുള്ള സമയം നമ്മുടെ മുൻപിൽ ശേഷിക്കുന്നില്ല. വചന ശുശ്രൂഷയുടെ നടുവിൽ താല്പര്യത്തോടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ രോഗശാന്തി വ്യാപരിക്കും. പ്രാർത്ഥനയോടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. വായിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ സ്തോത്രം. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിലിരിക്കുന്ന തൻ്റെ ജനത്തോട് ഇന്ന് രാത്രിയിൽ ഇടപെടണമേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് അവിടുത്തെ വചനത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ ദൈവസഭകൾക്ക്, ദൈവസഭയ്ക്ക് വിരോധമായി ഉയരുന്ന നിയമത്തിൻ്റെ എല്ലാ കോട്ടകളും ഇന്ന് രാത്രി ഇടിഞ്ഞു മാറേണ്ടതിന് ദേശത്തിൻ്റെ അധിപതിയുടെ പോരുകളെ, സംഘങ്ങളെ, കൂട്ടുകെട്ടുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നീക്കിക്കളയേണ്ടതിനുമായ ആത്മീക അധികാരത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചില അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, ചില നുഖങ്ങൾ ഒടിയട്ടെ, ചില ബന്ധനങ്ങൾ കെട്ടുകൾ പൊട്ടിമാറട്ടെ. ഇന്ന് രാത്രി തേജസ്സിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ അഗ്നിയുടെ തേജസ്, അഗ്നിയുടെ ശക്തി ഈ ഹോളിനുള്ളിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ദൈവത്തിൻ്റെ തീയ്, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തീയ്
ഇവിടെ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പെന്തക്കോസ്ത് നാളിൽ അവർ ഇരുന്നിരുന്ന മുറി മുഴുവനും നിറച്ച അതേ ആത്മശക്തി ഇന്ന് രാത്രി ഈ ആലയം മുഴുവനും നിറയട്ടെ. ഈ ആലയത്തിൽ ഇരിക്കുന്ന ജനത്തിന്റെ ഭവനങ്ങളിൽ ചില വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഏറിയ വർഷങ്ങളായ വിഷയത്തിന് ഇന്ന് രാത്രി പരിഹാരം തരുന്ന രാത്രി, ഏറിയ കാലമായ വിഷയങ്ങൾക്ക്, ഏറിയ കാലമായ പ്രശ്നങ്ങൾക്ക് ഈ രാത്രി വിടുതൽ വ്യാപരിക്കുന്ന രാത്രിയായി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, വചനം അങ്ങയുടെ അടിയങ്ങൾ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ മുഴങ്കാൽ മടക്കും. ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി ആമേൻ എന്ന് പറയാം. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം വേദശാസ്ത്രപരമായി ഉയർന്ന ചിന്തകളും ഉന്നതമായ ദൈവികമായ ഇടപാടുകളും മനുഷ്യബന്ധത്തിൽ നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഈ യോഹന്നാൻ്റെ സുവിശേഷം തിയോളജിക്കലി പറയുന്നത് കഴുകൻ കണ്ണുകൾ പോലെയുള്ള സുവിശേഷമാണ്. ഉയർന്ന ആത്മീയ ക്രിസ്തു ദർശനം നൽകുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് 4 അധ്യായങ്ങളിലും ചെയ്ത ഒരു പ്രവൃത്തിയല്ല, ഡീലിംഗ് അല്ല 5-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയെ പരിചയപ്പെടുത്തുമ്പോൾ, 2-ാം അധ്യായത്തിൽ ഒരു വീട്ടിൽ ശൂന്യത, വീഞ്ഞ് പോരായി വന്നതിന് മാറ്റം വരുത്തുമ്പോൾ, തൃപ്തി വരുത്തുമ്പോൾ, അതേ അധ്യായത്തിൽ തലമുറയുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുമ്പോൾ, 3-ാം അധ്യായത്തിൽ പ്രമാണിയോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അരുളി ചെയ്യുമ്പോൾ, 4-ാം അധ്യായത്തിൽ ഒരു ശമരിയ സ്ത്രീയോട് മനസാന്തരത്തിനെ കുറിച്ച് പറയുമ്പോൾ, 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭവനത്തിലും തലമുറയ്ക്കും ജാതീയ വ്യക്തിക്കും ഒരു പരീക്ഷ പ്രമാണിക്കും ഉണ്ടാകുന്ന വിടുതലിനപ്പുറമായി ആലയത്തിനകത്ത് നടക്കേണ്ട ഒരു വിടുതലാണ് കാണുന്നത്. ഈ ആലയത്തിൽ ഉത്സവമുണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. എന്നാൽ യേശു ഉത്സവം നടക്കുന്ന ബഹളത്തിൽ യേശു നിന്നില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങി കുളക്കരയിൽ, ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യരുടെ അടുക്കിലേക്കാണ് യേശു പോയത്. ഇന്ന് രാത്രിയിലും സ്തോത്രം, യോഗങ്ങൾ തകൃതിയായി നടക്കട്ടെ, പ്രസംഗങ്ങൾ ക്രമമായി നടക്കട്ടെ, ഒത്തിരി ഉത്സവങ്ങളും ആരവങ്ങളും നടക്കട്ടെ. പക്ഷേ ഇന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വരുന്നത് വിടുവിക്കപ്പെടുവാൻ ആരുണ്ടോ, അനുഗ്രഹിക്കപ്പെടുവാൻ ആരുണ്ടോ, സ്പർശിക്കപ്പെടുവാൻ ആരുണ്ടോ, ഇന്ന് രാത്രി അവരുടെ രാത്രിയാണ്. പരിശുദ്ധാത്മാവനോട് പറയുന്ന ഏറിയ നാളായി ചില വിഷയങ്ങളുടെ മേൽ വ്യാകുലപ്പെടുന്ന വിഷയത്തിൽ ഏറിയ കാലമായതിൻ്റെ മേൽ ഈ രാത്രി മറുപടി പറയുന്ന രാത്രിയാണ്. ഏറിയ കാലമായി കാത്തുകിടക്കുന്ന മനുഷ്യന് ഒരു ദൂതൻ വരണമായിരുന്നു. കുളം കലങ്ങണമായിരുന്നു. ആരെങ്കിലും അവനെ സഹായിക്കണമായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, ഇനി ഏറിയ കാല വിഷയത്തിന് നീ കാത്തു കിടക്കണ്ട, ദൂതനെ കാത്തിരിക്കണ്ട, ആരുടെ സഹായം നോക്കണ്ട, കുളം കലങ്ങുന്നു എന്ന് നോക്കണ്ട, നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാൻ അധികാരമുള്ളവൻ ഏറിയ കാലമായി കിടക്കുന്നവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നതുപോലെ ഈ രാത്രി ആത്മാവിൽ പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, നാളുകളായി നീ ഞരങ്ങിയിരിക്കുന്ന വിഷയത്തിന്, നാളുകളായി നീ കാത്തിരിക്കുന്ന വിഷയത്തിന് ഈ രാത്രി യേശു തന്നെ നേരിട്ട് ചിലതിനെ വിടുവിക്കുന്ന രാത്രിയായി മാറുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അവൻ ഈ ആലയത്തിനകത്ത് ഉത്സവം നടക്കുമ്പോൾ കർത്താവ് പോയത് ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്ന കുറച്ച് പേരുടെ അടുക്കലേക്കാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ രാത്രിയിൽ ആരും ഗൗനിക്കാത്ത, വേദനിക്കുന്ന, ആവശ്യത്തിലിരിക്കുന്ന, പ്രതീക്ഷയോടിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, ഒരുവളുണ്ടെങ്കിൽ അവരുടെ അടുക്കിലേക്കാണ് നമ്മുടെ കർത്താവ് വരുന്നത്. പ്രതീക്ഷയില്ലാത്തിടത്ത് കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല.
ഈ മനുഷ്യനോടും കർത്താവ് ചോദിക്കുന്ന നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ. 38 വർഷമായി കിടക്കുന്നവനോടും ചോദിക്കുന്ന സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ. കുരുടനോട് ചോദിക്കുന്ന നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ, നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ യോഗത്തിന് വന്നു എന്നുള്ളതല്ല. കാരണം എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ, വിടുവിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടോ എന്ന കർത്താവ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ച്, യേശു ആലയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? ഈ ആലയത്തിനകത്ത് ഒത്തിരി ആളുകളുടെ ആരവവും ആഘോഷവും ഉണ്ട്. പക്ഷെ പുറത്ത് കിടക്കുന്ന ചില ആളുകൾക്ക് ആലയത്തിൽ നടക്കുന്നത് എന്താണെന്നറിയാം, പക്ഷെ ആലയത്തിനകത്തെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇവരുടെ വർഷവും പഴക്കവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആമസ്തോത്രം ഇവർക്ക് പറയാം എങ്ങനെ യാഗം നടക്കുന്നത്, എത്ര പേര് വരുന്നുണ്ട്, സാധാരണ നമ്പർ എത്രയാണ്, ആമസ്തോത്രം ഹൂ വിൽ ബി ദ ചീഫ് പ്രീസ്റ്റ്, ആരൊക്കെയാണ് മഹാപുരോഹിതൻ, ആരൊക്കെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷയുടെ ക്രമം, ഇതൊക്കെ ഇവർക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ കർത്താവ് അതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതിൻ്റെ കാരണം ആലയത്തിൻ്റെ വാതിക്കൽ കിടക്കുന്നുവെങ്കിലും ആലയത്തിനകത്തെ സന്തോഷം അനുഭവിക്കാത്ത ചിലതിനെ ആലയത്തിനകത്തേക്ക് കൈപിടിച്ചുകൊണ്ട് പോകാനാ കർത്താവ് ബെഥസ്ത കുളക്കരയിലേക്ക് വന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായെന്നറിയാമോ? പാരമ്പര്യം നോക്കിയാൽ ഇവരെ മാറ്റിവെക്കാൻ ആരുമില്ല. അമേസ്തോത്രം പ്രൈസൽ പണ്ടൊരാൾ പറഞ്ഞതുപോലെ അമേസ്തോത്രം കുർബാന ചൊല്ലാൻ അറിയത്തില്ലെങ്കിലും കുർബാന തെറ്റിയാൽ അറിയാം. അങ്ങനെയുള്ള പാർട്ടികളാണ് ഇവരെ. പ്രൈസ് ദ ലോർഡ്, ആമേൻ, പ്രൈസ് ദ ലോർഡ്. ഇവർക്ക് ആലയത്തെക്കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും ഇതുവരെ ആലയത്തിനകത്ത് സന്തോഷം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ ആത്മാവ് കാണുകയാണ്. യോഗത്തിനുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട്, കൂടിവരവനുണ്ട്, ആമേ സ്നാനപ്പെട്ടു, കർത്തൃമേശ എടുത്തു, സ്തോത്ര വഴിപാടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിലും ആത്മീയ വിടുതൽ അനുഭവിക്കാത്ത ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ കെട്ട് അഴിച്ചു വിടുന്ന രാത്രിയാണെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് പറയുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യോഗം കേൾക്കുന്നവനായിട്ടല്ല, യോഗം കാണുന്നവളായിട്ടല്ല, ഇന്ന് രാത്രി ആലയത്തിന്റെ വാതിലിൽ കിടന്ന് തൃപ്തിപ്പെടുന്ന മണ്ഡലമല്ല, ആലയത്തിന്റെ അകത്തെ മനോഹാരിത കാണുവാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവേ, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ആലയത്തിലെ മനോഹരത്വം കാണുവാനും നിന്റെ ആലയത്തിൽ പാർക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്പന് വേണ്ടാത്തവൻ, അമ്മയ്ക്ക് വേണ്ടാത്തവൻ, സഹോദരങ്ങൾക്ക് വേണ്ടാത്തവൻ. ദാവീദിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുമ്പോൾ മോവാബിയ സ്ത്രീയായിരുന്ന രൂത്തിനോടൊപ്പം മോവാബിയ സ്ത്രീ ദാസിമാർ വന്നിരുന്നു. അങ്ങനെ ഈശായിയുടെ ഭവനത്തിലും മോവാബിയ ദാസിമാരുണ്ടായിരുന്നു. അതേ മിസ്രത്ത് എന്ന പേരുള്ള ഒരു മോവാബിയ ദാസിയിൽ ദാവീദിൻ്റെ അപ്പനായ ഇശായിക്ക് ജനിച്ചതാണ് ദാവീദ് എന്നാണ് ചരിത്രകാരന്മാർ, വേദപഠിതാക്കൾ ചിന്തിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ദാവീദ് പലപ്പോഴും പറയുന്നത്, ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുക. സഹോദരന്മാർ ഒരു അന്യൻ എന്ന പോലെ എന്നോട് പെരുമാറി. ഇതൊക്കെ വായിക്കുന്നത് കാരണം ദാവീദ് ഒരു ദാസിയുടെ മകനായിരുന്നു. ഇതറിയാതെയാണ് ശൗല് മീകളിനെ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ദിവസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശൗലിന് മനസ്സിലായി ദാവീദ് ഒരു ദാസിയുടെ മകനാണെന്ന് മനസ്സിലായി. മീകളിനെ മറ്റൊരുവന് ഭാര്യയായി കൊടുത്തു. വീട്ടുകാർക്ക് വേണ്ടാത്തവൻ, കൂട്ടുകാർക്ക് വേണ്ടാത്തവൻ. സഹോദരന്മാർ പറഞ്ഞു, രണ്ട് പ്രാവശ്യം, ഒരു പ്രാവശ്യം തീയിലും മറ്റൊരു പ്രാവശ്യം വെള്ളത്തിലും ഇവനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷെ അപ്പൻ പറഞ്ഞു, എടാ സഹോദരൻ്റെ രക്തം നിന്റെ മേൽ വരാതിരിക്കേണ്ടതിന് നീ അവനോട് ദോഷം ചെയ്യരുത്. അതുകൊണ്ടാണ് കാട്ടിലേക്ക് ആടിനെ മേയിക്കുവാൻ കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറുന്നെങ്കിൽ അവൻ്റെ ജീവിതം
ജീവിതം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് അയച്ചത്. പക്ഷെ കാട്ടിൽ വെച്ച് സ്വർഗം അവനെ കണ്ടെത്തി. കാട്ടിൽ വെച്ചും പാട്ടുപാടുന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത ദൈവം പറഞ്ഞു, നിന്നെ പരസ്യമായി ഞാൻ മാനിക്കാൻ പോവുകയാണ്. നീ രഹസ്യമായി പാടുന്നവനാണ്. രഹസ്യമായി പാടുന്നവനെ പരസ്യമായി ദൈവം മാനിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, കൊട്ടാരത്തിലെ മനോഹരത്വമല്ല എനിക്ക് വേണ്ടത്, വീട്ടുകാരുടെ പ്രശംസയല്ല എനിക്ക് വേണ്ടത്, നാട്ടുകാരുടെ പിൻബലമല്ല എനിക്ക് വേണ്ടത്. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വാതിൽപ്പടിയിൽ നിൽക്കുന്നവളായിട്ടല്ല, ആമേ, ആലയത്തിന്റെ പുറത്ത് നിൽക്കുന്നവരായിട്ടല്ല, അകത്തെ ഒരു സൗന്ദര്യം ആസ്വദിക്കുവാൻ, അകത്തെ വിടുതൽ ഏറ്റെടുക്കുവാൻ, അകത്തെ അഭിഷേകം പ്രാപിച്ചെടുക്കുവാൻ, അകത്തെ ആത്മശക്തി ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കുക? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. പുറത്തുള്ള ഭംഗിയുണ്ട്, പ്രകസനങ്ങൾ കണ്ട് ആത്മീക ജീവിതത്തിന് മാർക്കിട്ട് അതിരുവഴമ്പുകൾ ഇട്ട് പോകുന്നതല്ല പെന്തക്കോസിൻ്റെ അനുഭവം. നമ്മളൊക്കെ ആത്മീകരെന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം സഭയുടെ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് നമ്മൾ ആത്മീകരെന്ന് വരുത്തി തീർക്കുന്നു. കൈ ഉയർത്തി സ്തോത്രം, സ്നാനപ്പെട്ടുവോ, കർത്തൃമേശ എടുക്കുന്ന ആളാണോ, സ്തോത്ര കാഴ്ച കൊടുക്കുന്ന ആളാണോ, യോഗത്തിന് കൂടെ വരുന്നുണ്ടോ, ഇവൻ ആത്മീകനാണ്. പക്ഷെ ഇന്ന് രാത്രി തെറ്റിപ്പോയി. അതല്ല ആത്മീകത്തിന്റെ അളവുകോൽ. ദൈവ സാന്നിധ്യത്തിൽ ഏൽപ്പിക്കപ്പെടുവാൻ എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളതാണ് ആത്മീക ജീവിതത്തിന്റെ അളവുകോൽ. ഇന്ന് രാത്രി പ്രോഗ്രാമുകളല്ല, പ്രോഗ്രാമുകൾക്കപ്പുറമായി നമ്മെ പകരപ്പെടുന്ന ദൈവ സാന്നിധ്യം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രോഗ്രാം അല്ല, ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ടല്ല, ഒരു പാർട്ടേക്കറായി മാറുവാൻ ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കും? നമ്മളെല്ലാം പാർട്ടിസിപ്പൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The Pentecostal church now is looking for participants. എത്ര പേര് കൂടി വരുന്നു, എത്ര അംഗങ്ങളുണ്ട്? പാർട്ടിസിപ്പൻസിനെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പാർട്ടേക്കേഴ്സിനെയാണ്. ജീസസ് രാത്രി ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് അവസാനിക്കാനല്ല ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്, ഒരു പാർട്ടേക്കറായി മാറണം. ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ തീയ നിന്നിലേക്കൊന്ന് പകരുന്ന ഒരു അഗ്നി കഷ്ണമായി മാറുന്ന, ഇവിടെ വ്യാപരിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവ് നിന്നിലേക്ക് വ്യാപരിക്കുന്ന ഒരു പങ്കാളിത്തമായി മാറണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാ. നിന്നെ ആലയത്തിനകത്തേക്ക് വിടാതെ, തേജസ്സിലേക്ക് വിടാതെ നിന്നെ ഒതുക്കി നിർത്തുന്ന പോരാട്ടങ്ങൾ ഈ രാത്രി അഴിയപ്പെടട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു മനുഷ്യന് 2 പുത്രന്മാർ, ഒരുവൻ മൂത്തവൻ, രണ്ടാമത്തവൻ ഇളയവൻ. ഇളയ പുത്രനെ നമ്മൾ വിളിക്കുന്നത് മുടിയൻ പുത്രൻ എന്ന. ഒരാൾ വ്യാഖ്യാനിച്ചു ധാരാളം മുടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ. അങ്ങനെയല്ല, അദ്ദേഹം അപ്പച്ചന് നഷ്ടമുണ്ടാക്കിയവനാണ്. എന്തായാലും നഷ്ടമുണ്ടാക്കിയവൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുബോധം വന്ന് മടങ്ങി വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ ദൂരവേ നിന്ന് നോക്കി തൻ്റെ മകൻ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കി. മടങ്ങി വരവിന് കാലങ്ങൾ ദൈർഘ്യം ഒരു വിഷയമല്ല, ദൂരം ഒരു വിഷയമല്ല. എപ്പോഴും പിതാവ് റെഡിയാ. ഹല്ലേലൂയ. വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ അവനെ ആലിംഗനം ചെയ്ത് അവനൊരു വസ്ത്രം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, അവന് മോതിരം കൊടുത്തു. വേലക്കാരോട് പറഞ്ഞു, നല്ല
ഒരാഹാരം പാചകം ചെയ്ത് ബാൻഡുകാരെ എല്ലാം വിളിച്ച് പ്രത്യേക ട്രൂപ്പുകാരെയൊക്കെ വരുത്തി. ഇന്ന് ആനന്ദത്തിൻ്റെ ദിവസമാണ്. വീടിനകത്ത് സന്തോഷം ഉയരുമ്പോൾ പുറകിൽ നിന്ന് ഒരുത്തൻ വരുന്നു. വയലിൽ നിന്ന് വരുന്നവനാ, ചേട്ടൻ അവൻ്റെ പേര്. അവൻ പറഞ്ഞു, എന്താ ഇവിടെ ബഹളം? ആൾക്കാർ പറഞ്ഞു, ഇളയവൻ വന്നു, ഇവിടെ വിരുന്ന് നടക്കുന്നു, പാട്ട് നടക്കുന്നു, നൃത്തക്കാരുണ്ട്. ചേട്ടൻ പറഞ്ഞ സംഗതി, ഇത്രയും കാലം ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു സന്തോഷം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പ്രൈസ് ഗോഡ്. വീട്ടിൽ പാർത്ത ചേട്ടനല്ല, മടങ്ങി വന്നവനാ സന്തോഷം അനുഭവിച്ചത്. വീട്ടിൽ പാർത്ത വർഷങ്ങളുടെ കണക്ക് നോക്കിയാൽ ഒത്തിരി ഉണ്ട്. വീട്ടിൽ പാർത്തതിൻ്റെ കണക്കേ അവൻ അറിയത്തുള്ളൂ. അപ്പനുമായി സന്തോഷിച്ചതിൻ്റെ ഒരു അനുഭവം അവനില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വീട്ടിൽ പാർത്തതിൻ്റെ ഒരു ട്രഡീഷൻ അവന് പറയാനുണ്ട്. പക്ഷെ അപ്പനുമായി ഒരു വിരുന്ന് കഴിച്ചതിൻ്റെ സന്തോഷം അവന് പറയാനില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, അവൻ്റെ ജീവിതം എന്ത് നിർഭാഗ്യാവസ്ഥയായിരുന്നു. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി കർത്തൃമേശ എടുക്കുന്നു, എത്ര വർഷമായി പ്രസംഗം കേൾക്കുന്നു, എത്ര വർഷമായി ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു. പക്ഷെ ഇന്നേ രാത്രി വരെ അപ്പച്ചനുമായി ഒരു വിരുന്ന്, അപ്പച്ചനുമായി ഒരു സാന്നിധ്യം, അപ്പച്ചനുമായി ഒരു സന്തോഷം, അപ്പച്ചനുമായി ഒരു അഭേദ്യമായ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേരാ ചേട്ടൻ. ചേട്ടൻ ചേട്ടൻ ഇന്ന് രാത്രി മടങ്ങി വരണം. എനിക്ക് ചേട്ടനായിരിക്കണ്ട, എനിക്ക് മടങ്ങി വരുന്ന ഒരു അനുജനായ മതി. എനിക്കൊരു സന്തോഷം വേണം, എനിക്കൊരു ആത്മീയ ആരാധന വേണം, എനിക്കൊരു അഭിഷേകം വേണം, എനിക്കൊരു ആത്മീയ സന്തോഷം വേണം, എനിക്കൊരു രക്ഷയുടെ സന്തോഷം വേണം. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാം? ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഇതുവരെ ഒരു ആത്മീയ വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ, ആരാധനയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ നിന്നെ ഞെരുക്കുന്ന അന്ധകാര ശക്തി ഈ രാത്രി അഴിയപ്പെടുന്ന രാത്രിയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ സാന്നിധ്യ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് വീട്ടിനകത്തൊരു ആനന്ദം, ആത്മീയ ആരാധനയുടെ സ്വാതന്ത്ര്യം, ആത്മീയ അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യം, ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ഇന്ന് രാത്രി ചില കെട്ടുകളെ പൊട്ടിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചില ബന്ധനങ്ങളെ ദൈവാത്മാവ് അർത്ഥങ്ങളെ ഇന്ന് രാത്രിയാ ആത്മീകമായി ഉയരുവാൻ കഴിയാതെ, ആത്മീകം നിലനിൽക്കാൻ കഴിയാതെ, ആത്മീക ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ, അഭിഷേകം പ്രാപിപ്പാൻ കഴിയാതെ, ആരാധന ശക്തി ഏറ്റെടുപ്പാൻ കഴിയാതെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് കഴിഞ്ഞൊരു വിടുതലില്ലാതെ വ്യാകുലപ്പെടുന്ന നിന്റെ മേല് ഈ രാത്രി കർത്താവിന്റെ കര ഈ രാത്രി ഇറങ്ങി വരികയാ. നിന്റെ കെട്ടുകളെ പൊട്ടിക്കുക, നിന്റെ ബന്ധനങ്ങളെ അറുത്തുകളെയ്യ. വീടിനകത്തൊരു ആനന്ദം. അഭിഷേകത്തിന്റെ ശക്തി ഉപവാസ പ്രാർത്ഥനയുടെ 16-ാമത്തെ രാത്രിയിൽ ചില വിടുതലുകൾ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ കൈകളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, നിന്റെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, നിന്റെ ഹൃദയത്തിൽ പോരാട്ടങ്ങൾ മാറട്ടെ, നിന്റെ മാനസികമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു കർത്താവ് ചെയ്തത്, ഈ ആലയത്തിൻ്റെ വെളിയിൽ കിടക്കുന്ന ഇവനെ ആലയത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കൊണ്ടുപോയി ഇന്ന് രാത്രി ആലയത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാൻ. ജീസസോ
പ്രസംഗം കേട്ട് ഭമേ കൈയടിച്ച് അവസാനിപ്പിക്കുവാനല്ല. ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുത്തോ ഞാൻ ഇത്ര ദിവസം പോയി എന്ന് പറയാനല്ല, ഇത്ര വർഷമായി ഞാൻ സ്നാനപ്പെട്ടിട്ടെന്ന് പറയുവാനല്ല. അതിനപ്പുറമായി ഇതിനകത്തെ ഒരു ആനന്ദത്തിൻ്റെ നദി, ഇതിനകത്തെ അഭിഷേകത്തിൻ്റെ ഒരു നിറവ്, ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ, സ്വർഗീയമായൊരു തേജസ് അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ഈ 16-ാമത്തെ രാത്രി മുതൽ ഉപവാസ പ്രാർത്ഥനയുടെ തലങ്ങൾ മാറാൻ പോവുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ തലങ്ങൾ മാറാൻ പോവുകയാ. ഇതുവരെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഇതിനകത്ത് പകരുകയാണ്. യേശു ചെയ്യുന്ന ഈ പുരുഷാരം എന്ന് വേണം വിളിക്കാൻ. അവിടെ ഒത്തിരി പേര് കിടപ്പുണ്ട്, ഒരാളല്ല. അവിടെ കിടക്കുന്ന ആളുകളുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. കുരുടന്മാർ, ചെകിടന്മാർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, നാനാവ്യാധിക്കാർ, എണ്ണപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ രോഗികൾ കിടക്കുക. അവിടുത്തെ പ്രത്യേകത, ഒരു സമയത്തൊരു ദൂതൻ വന്ന് കുളം കലങ്ങും, അന്നേരം ഇറങ്ങുന്നവരെ വിടുവിക്കപ്പെടും. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇവരോട് ചോദിക്കുക, നിങ്ങൾ ഇവിടെ ആണോ ജനിച്ചേ? അവർ പറയും, അല്ലല്ല, ഞങ്ങൾ ഇവിടെ അല്ല ജനിച്ചത്. ഞങ്ങൾക്കെല്ലാം ഒരു വീടുണ്ടായിരുന്നു, ഞങ്ങൾക്കെല്ലാം അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചേട്ടന്മാരും ചേട്ടത്തിമാരും അനുജത്തിമാരും പെങ്ങന്മാരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളെക്കുറിച്ച് ഇനി പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അതെന്താ പറ്റി? അതെ, ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ കുരുടനായിരുന്നു. അമ്മ കുറച്ച് നാൾ എന്നെ വളർത്തിയിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ കണ്ണിന് കാണത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിന്നെ എന്നും ഞങ്ങൾ വയസ്സായി വരിക, നിന്നെ ഇങ്ങനെ പോറ്റി പുലർത്താനൊന്നും ഞങ്ങൾക്കൊക്കത്തില്ല. നീ ആ കുളക്കരയിൽ പോയി കിടന്നാൽ ഇഷ്ടംപോലെ ആഹാരം കിട്ടും, നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, പിന്നെ എന്തെങ്കിലും സൗഖ്യമാകുന്നെങ്കിൽ ആകട്ടെ, നീ പൊയ്ക്കോ. അന്ന് ഞാൻ വന്നതാ, ഇവിടെ കിടക്കുക. മുടന്തനോട് ചോദിച്ചു, എന്താടാ നീ ഇവിടെ വന്നേ? അതെ, അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള ശക്തിയൊന്നുമില്ല, അനുജന്മാർ വളർന്നു വരിക, അമ്മമാർക്ക് പെണ്ണ് കിട്ടത്തില്ല, മുടന്തനെ അമ്മ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, നീ പൊയ്ക്കോ. കുഷ്ഠരോഗി പറഞ്ഞു, എന്താ നീ ഇവിടെ വന്നേ? കുഷ്ഠരോഗിയോട് ചോദിച്ചു. കുഷ്ഠരോഗി പറഞ്ഞു, ഞാൻ നല്ല സൗന്ദര്യവും വിദ്യാഭ്യാസവും നല്ല ആരോഗ്യമൊക്കെ ഉള്ളവനായിരുന്നു, പെട്ടെന്ന് എനിക്ക് കുഷ്ഠം വന്നു. അന്ന് ഭാര്യ പറഞ്ഞു, കുഷ്ഠരോഗികളെ വീട്ടിൽ താമസിപ്പിച്ചുകൂടാ, നിങ്ങൾക്കിനി സൗഖ്യമാകത്തില്ല, നിങ്ങൾ പൊയ്ക്കോ. അതുകൊണ്ട് അന്ന് ഞാൻ കുളക്കരയിൽ വന്നതാ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചരിത്രം പറയാനുണ്ട്. അവരുടെ ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളെക്കുറിച്ച് ഇനി പ്രതീക്ഷയില്ല. അപ്പന് പ്രതീക്ഷയില്ല, അമ്മയ്ക്ക് പ്രതീക്ഷയില്ല, സഹോദരങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഭാര്യയ്ക്ക് പ്രതീക്ഷയില്ല, ഇനി ഒരു ഉയർച്ചയില്ല, ഇനി ഒരു വിടുതലില്ല. പക്ഷെ ദൂതൻ മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം, വീട്ടുകാർക്ക് പ്രതീക്ഷയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. വീട്ടുകാർക്ക് പ്രതീക്ഷയില്ലെങ്കിലും ദൈവം തമ്പുരാന് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിൽ പ്രതീക്ഷയുണ്ട്? ഓ, അവസാനിച്ചെന്ന് പറഞ്ഞ വിഷയത്തിന് ഈ രാത്രി മറുപടി ഉണ്ടെന്ന്. നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ വിഷയത്തിന് ഈ രാത്രി വിടുതൽ വ്യാപരിക്കുമെന്ന് പ്രതീക്ഷ അവസാനിപ്പിച്ചവരുടെ നടുവിൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഇല്ല, എനിക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്, നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്, നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. സ്വർഗത്തിന് പ്രതീക്ഷയുണ്ട്, സ്വർഗത്തിന് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തില് സ്വർഗത്തിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. നിന്റെ വീട്ടുകാർക്കില്ലാത്ത പ്രതീക്ഷ, നിന്റെ കൂട്ടുകാർക്കില്ലാത്തൊരു പ്രതീക്ഷ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി നിന്നെ കുറിച്ചുണ്ട്.
സ്വത്രം. നിന്റെ കുഞ്ഞിനെക്കുറിച്ച് നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലും, നിന്റെ കുഞ്ഞിനെക്കുറിച്ച് നിന്റെ ടീച്ചർക്ക് പ്രതീക്ഷയില്ലെങ്കിലും, നിന്നെക്കുറിച്ച് നിന്റെ കുടുംബത്തിന് പ്രതീക്ഷയില്ലെങ്കിലും, ഇന്ന് രാത്രി വിശ്വസിക്കുക, ഇന്ന് രാത്രി മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ രാത്രി നമ്മുടെ നാഥനായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ പ്രതീക്ഷ തീർത്തിട്ടില്ല. ഹി ഹാസ് നോട്ട് സ്റ്റോപ്ഡ് വിത്ത് യു, ഹി ഹാസ് നോട്ട് ഫിനിഷ്ഡ് വിത്ത് യു. അവൻ നിന്നോടുള്ള പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല, അവൻ നിന്നോടുള്ള പ്രവൃത്തി തീർത്തിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വീട്ടുകാർ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തുടങ്ങാൻ പോവുകയാ. ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ പോവുകയാ, ഒരു പുതിയ ഉറവ തുറക്കാൻ പോവുകയാ, ഒരു പുതിയ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാ. ഈ രാത്രി അതിന് തുടക്കം കുറിക്കുന്ന രാത്രിയാ. വീട്ടുകാർക്കില്ലാത്ത പ്രതീക്ഷ, കൂട്ടുകാർക്കില്ലാത്ത പ്രതീക്ഷ, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, എനിക്ക് നിന്റെ കുടുംബത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. നിന്റെ വീട്ടുകാരെ നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലും ഇന്ന് രാത്രി സ്വർഗത്തിനൊരു പ്രതീക്ഷയുണ്ട്. യേശുവിന്റെ നാമത്തില് ഈ രാത്രി സ്വർഗത്തിലെ സാന്നിധ്യം. ഹല്ലേലൂയ. പാവപ്പെട്ട ഒരു മനുഷ്യൻ, കർഷകൻ, അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദിവസം വൈകിയ സമയത്ത് തൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം നടന്നൊരു ഇടവഴിയിൽ താനിങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ അയൽക്കാരനായ ബിസിനസ്സുകാരൻ അതുവഴി വന്നു. ബിസിനസ്സുകാരൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ? ഓ, ഞാൻ വെറുതെ നിൽക്കുക. നിൻ്റെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടെന്ന് കേട്ടല്ലോ. അത് ശരിയാണ് സാർ. നീ എന്നും പ്രാർത്ഥിക്കും, നീ എന്നും പള്ളിയിൽ പോകും, എന്നും ഉപവസിക്കും, എന്നും സ്വോത്രാഴ്ച കൊടുക്കും, എന്നും പാസ്റ്റർമാർ വരും. നിനക്ക് ഇത്രയും നഷ്ടമുണ്ടായില്ലയോ? ഞാൻ പള്ളിയിലും പോകത്തില്ല, കേൾക്കത്തുമില്ല, ഞാൻ പ്രത്യേകം പ്രാർത്ഥനയൊന്നുമില്ല. പക്ഷേ എൻ്റെ ബിസിനസ് ഈ മാർച്ച് മാസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വൻ ലാഭമാണ്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയം ഇടിഞ്ഞു. തൻ്റെ കുടിലിൽ രാത്രി വന്ന് ദൈവത്തോട് കരഞ്ഞു, ദൈവമേ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത എനിക്ക് കൃഷിയെല്ലാം നഷ്ടം. പക്ഷേ ആ മനുഷ്യന് ഈ മാസം നോക്കിയപ്പോൾ ഇരട്ടി ലാഭം. അവൻ പ്രാർത്ഥിച്ചില്ല, ആരാധിച്ചില്ല. അവൻ വേദനയോടെ കിടന്നുറങ്ങി. രാത്രി ഒരു ദർശനമുണ്ടായി. ദൈവം അവനെ വിളിച്ചു, മകനെ, നിൻ്റെ കണക്ക് ഞാൻ തീർത്തിട്ടില്ല. മാർച്ച് മാസം അവൻ കണക്ക് നോക്കിയപ്പോൾ അവനെ ലാഭമായി, കണക്ക് ക്ലോസ് ചെയ്തപ്പോൾ അവന് ലാഭമായി. പക്ഷെ നിൻ്റെ കണക്ക് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ നഷ്ടം ഒരു നഷ്ടമല്ല, നിൻ്റെ കണക്ക് ഞാൻ തീർത്തിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവം ഇതല്ലേ, നിന്നോടൊരു ദൂത് പറയുകയാ. പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപവസിച്ചിട്ടും പലർക്കും ഇല്ലാത്ത കഷ്ടം എനിക്കെന്താ ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർക്കുക, നിൻ്റെ കണക്ക് സ്വർഗം തീർത്തിട്ടില്ല. നിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല. നിൻ്റെ കണ്ണുനീരിനൊരു മറുപടി വരും. നിൻ്റെ നിലവിളിക്കൊരു വിടുതൽ വ്യാപരിക്കാം. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉദ്ധാരണം ദൈവം തരും. ഇന്ന് രാത്രി നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ നിന്നെ നോക്കിയിട്ട് പറയും, നിനക്കില്ലാത്ത പ്രൊമോഷൻ എനിക്കുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് നിനക്ക് ലഭിക്കേണ്ട പ്രൊമോഷൻ പലതും തടയപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്വർഗം പറയും, ഇന്ന് രാത്രി ചില ഫയലുകളെ തുറക്കാൻ പോവുകയാ, ചില വഴികളെ തുറക്കാൻ പോവുകയാ. നിന്റെ കണക്ക് തീർത്തിട്ടില്ല, നിന്റെ കണക്ക് തീർത്തിട്ടില്ല, നിന്റെ കണക്ക് തീർത്തിട്ടില്ല. യഹോവ നിത്യദൈവം. ഓരേ ബാലാദര ശതലാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ഇവിടെ ദൂതനെ അയക്കുന്നതിൻ്റെ കാരണം സ്വർഗത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇനി ദൂതൻ എപ്പോഴാണ് വരുന്നേ? അതത് സമയത്ത് ദൂതൻ അയക്കപ്പെടും. അതത് സമയമെന്ന് പറയുമ്പോൾ രണ്ട് നിലയിൽ നാം ചിന്തിക്കണം. ഒന്ന്, എപ്പോൾ ഒരാവശ്യമുണ്ടോ അപ്പോഴൊക്കെ ദൂതൻ വരും. സ്തോത്രം. എപ്പോഴൊരു പ്രശ്നമുണ്ടോ
എപ്പോൾ നാം കഴിവ് പ്രാപ്തരല്ലെന്ന് വരുമോ അപ്പോഴൊക്കെ ദൂതൻ ഇറങ്ങി വരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർക്ക് പറയാൻ കഴിയും, ഒരു നിമിഷത്തെ വ്യത്യാസം ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു, എന്നാൽ ദൈവം എന്നെ ഇറങ്ങി വന്നു. ആ ദൂതൻ ഇറങ്ങി വന്നിട്ടില്ലേ? പ്രൈസ് ദ ലോർഡ്. അതാത് സമയത്ത് വന്നിട്ടില്ലേ? നിനക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച അന്ധകാര ശക്തികളുടെ നടുവിൽ നിമിഷങ്ങൾക്കുള്ളിൽ ദൂതൻ വന്നിട്ടില്ലേ? ആ സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട്, അത് സ്വർഗം അയച്ച ദൂതനാ. രണ്ടാമത്തെ ഒരു ആശയം, അതത് സമയത്തെന്ന് പറഞ്ഞാൽ there will be an appointed time for the angel to come. ദൂതൻ വരാൻ ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. നിശ്ചയിക്കപ്പെട്ട സമയം. വിശുദ്ധ വേദപുസ്തകത്തിൽ സമയത്തിന് 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രോണോസ് എന്നും കൈറോസ് എന്നും കൊടുത്തിട്ടുണ്ട്. പത്രോസ്ലീഹ പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. തക്ക സമയം എന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്ന പദം കൈറോസ് എന്ന പദമാണ്. ക്രോണോസ് എന്നുള്ള പദം എന്ന അർത്ഥം, അതിനകത്ത് നിന്ന് ക്രോണോളജി ഉണ്ടായത്, കാലക്രമം. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും കണക്കൂട്ടുന്നതും കാലക്രമം അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല, കൈറോസാ, അപ്പോയിൻറ്റഡ് ടൈമാ, നിശ്ചയിക്കപ്പെട്ട സമയമാണ്. അർത്ഥാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. നിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഒരു സമയം ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ആ അപ്പോയിൻറ്റഡ് ടൈമിനെ മാറ്റി മറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരന്ധകാരത്തിനും കഴിയത്തില്ല. നീ എത്ര കാലം ഭൂമിയിൽ പാർക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആഭിചാരകനല്ല, ലക്ഷണവിദ്യക്കാരനല്ല, പൂജാരിയല്ല, മന്ത്രവാദിയല്ല, സർവശക്തൻ നിൻ്റെ സമയത്തെ നിശ്ചയിച്ചിരിക്കുമ്പോൾ ആ സമയത്തെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവവേദലിന് വിടുതലിനൊരു സമയമുണ്ട്. ദൈവവേദലിന് അവന് ഉദ്ധാരണത്തിനൊരു സമയമുണ്ട്. നിനക്കൊരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. നിന്റെ വിടുതലിന് വേണ്ടി ഒരു സമയം കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? 2014 തീരുന്നതിന് മുൻപ് ദൈവം ചില നിശ്ചയിച്ച സമയങ്ങളുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ദൈവം ഒരു സമയം നിനക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ സമയം വിടുതലിൻ്റെ സമയമാ, നിന്റെ ഉദ്ധാരണത്തിൻ്റെ സമയമാ. ഏറിയ കാലമായ വിഷയത്തിന് വേഗത്തിൽ മറുപടി തരുന്ന സമയമാ. ഏറിയ കാലമായി നീ ഇറങ്ങിയ വിഷയത്തിന് വ്യക്തമായ വെളിപ്പാടോടുകൂടെ വിടുതലയക്കുന്ന സമയമാ. There is an appointed time. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം ഒരു നിശ്ചയിച്ച സമയമുണ്ട്. ഇന്ന് രാത്രി ആ സമയം വെളിപ്പെടട്ടെ. ഈ രാത്രിയാണ് ആ സമയം. ഇന്ന് രാത്രിയാണ് വിടുതലിന്റെ സമയം. ആ സമയത്തെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കുടുംബത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. Hallelujah, 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 hallelujah. രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചില സമയങ്ങളെ തെറ്റിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിക്കുവാൻ അഭിഷേകമുള്ള ദൈവ പൈതൽ ഈ രാത്രി വെളിപ്പാട് പ്രാപിച്ച ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ സമയത്തെ തെറ്റിക്കുന്ന ദുഷ്ട പിശാചിൻ്റെ പോരുകളെ ഈ രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരത്തോടെ പ്രാർത്ഥിച്ചാട്ട് ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റാൻ, ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റാൻ, ദൈവം നിശ്ചയിച്ച സമയത്തെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എനിക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ
ഈ പ്രാർത്ഥനയിൽ വിളിച്ചു പറ, എന്റെ കുടുംബത്തിന് ഒരു സമയം ദൈവം നിശ്ചയിച്ചു, എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് ഒരു സമയം ദൈവം നിശ്ചയിച്ചു, എന്റെ തലമുറയുടെ വിടുതലിന് ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൂതൻ അതത് സമയത്ത് വരും. ഈ ദൂതൻ വരുമ്പോൾ ആര് സൗഖ്യമാകും? ഇന്ന് തലവേദന ഉള്ളവർ സൗഖ്യമാകുമെന്നാണോ? ഹലോ, ചില ആളുകൾ പറയാറുള്ളൂ, ഞാൻ ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, തലവേദനയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാലിന് വേദനയുള്ളവർക്ക് വേണ്ടിയേ. അങ്ങനെയാണോ ദൂതൻ? ഈ ദൂതൻ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. ഇന്നിപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ വന്നിട്ട് അധികം മാസമൊന്നും ആയില്ല, ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിലല്ല, ആത്മീക ശുശ്രൂഷയ്ക്ക് സ്പെഷ്യലിസ്റ്റുകൾ എഴുന്നേറ്റിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റിനെ അല്ല കർത്താവ് ഇവിടെ അയക്കുന്നത്. ഈ ദൂതൻ വന്നാൽ ഏത് വ്യാധി പിടിച്ചവനായാലും സൗഖ്യമാകും. ഏത് വ്യാധി പിടിച്ചവനായാലും. അതിനെന്താ ഒറ്റ കാരണമേ ഉള്ളൂ, അയച്ചവൻ സർവശക്തനാണ്. ജീസസ്. ഓ ഗ്ലോറി ജീസസ്. അയച്ചവൻ സർവശക്തനാണ്. അവന് അസാധ്യമായതൊന്നുമില്ല, അവന് കഴിയാത്ത കാര്യം ഒന്നുമില്ല. ഇന്ന് രാത്രി ഇന്ന വിഷയത്തിന് മാത്രമല്ല, ഇന്ന പ്രതികൂലത്തിന് മാത്രമെന്നല്ല, അയച്ചവൻ സർവശക്തനാണെങ്കിൽ ഏത് വിഷയത്തിന് ഈ രാത്രി ഒരു മറുപടി ഉണ്ടാവും. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീയ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുമ്പോൾ എത്ര കടുംകെട്ടുകളാണെങ്കിൽ, എത്ര പൈശാചിക പോരാണെങ്കിൽ, എത്ര പഴക്കം ചെന്നതാണെങ്കിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്. എന്റെ ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. പാസ്റ്ററെ, ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരിക, നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അതിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്വർഗം പറയുന്ന ഏത് വ്യാധി പിടിച്ചവനായ ഈ രാത്രി കരം അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട്, ഓ റബാഷിഖാരസ്യ, ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പറഞ്ഞേ, ഏത് വ്യാധി പിടിച്ചവൻ, ഏത് പ്രശ്നമായാലും, ഏത് രോഗമായാലും, ഏത് വെല്ലുവിളി ആയാലും, ഏത് പ്രതിസന്ധി ആയാലും, ഏത് പ്രതികൂലമായാലും, ഏത് പോരാട്ടമായാലും, ഏത് വൈതരണി ആയാലും, ഏത് അന്ധകാരത്തിന്റെ കെട്ടുകളായാലും, ഈ രാത്രി സൗഖ്യമാക്കുന്നവൻ എന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ ദൈവത്താൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഉദരത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ നാളുകളായി ചികിത്സിച്ചിട്ട് മാറാത്ത ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ തീയാൽ ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി വ്യാപരിക്കുന്നു, രോഗശാന്തി വ്യാപരിക്കുന്നു, രോഗശാന്തി വ്യാപരിക്കുന്നു. ഓ റബബബ ശാന്തരാധന റിധനദികൾ ഖരാദക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില രോഗാത്മാ വിട്ടുമാറുകയാ, ചില രോഗാത്മാ വിട്ടുമാറുകയാ, ചില രോഗശക്തി വിട്ടുമാറുകയാ, ചില രോഗാത്മാവ് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. യെസ് 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 യെസ്. ഓഹോ റബല ശാന്തലാധന രുതന സിഖോരാധന ഹതുര ജലാധന ഈ രാത്രി ചില രോഗികൾ സൗഖ്യമാകുന്നു, ഈ രാത്രി ചില ബന്ധനങ്ങൾ അഴിയുന്നു, ഈ രാത്രി ചില കെട്ടുകൾ പൊട്ടുന്നു, ഈ രാത്രി ചില രോഗാത്മാ വിട്ടുമാറട്ടെ. അഭിഷേകത്തിന്റെ തീയ യേശുവിന്റെ നാമത്തിൽ ഏത് വ്യാപാര ശക്തിയാണെങ്കിൽ, ഏത് പൈശാചിക കെട്ടാണെങ്കിൽ, ഏത് ആഭിചാര ബന്ധനമാണെങ്കിൽ, ഏത് മന്ത്രവാദ ശക്തിയാണെങ്കിലും ഈ രാത്രി
പൈശാചിക പോരുകൾ ഏതാണെങ്കിൽ, ഏത് ആഭിചാര ബന്ധനമാണെങ്കിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. യെസ് 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 യെസ്. കടകടകൾ കടകര ദിരവൽ കടക രഗത രഗത ഈവര വസ്തര വംശകനന്തല വൽക്കട കടകൾ കടക രഗത 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 രഗത. യേശുവിന്റെ നാമത്തിൽ പോരുകൾ അഴിയുവാൻ, ദൈവ മഹത്വം വെളിപ്പെടാൻ, ദൈവ മഹത്വം വെളിപ്പെടാൻ. ഉടവര ദിരാവന വൽപവദര രഗതര വലവല അതല രഗതിര വല ശബ്ദുര വലവല രഗത രഗത ഹസ്തരക്ഷ വൽക്കടത്തിന് അനാദിയന്തം അട്ടക്കട്ടി വാദവൽപവ ഏതി ഘടകന. യേശുവിന്റെ നാമത്തിൽ ഓടാ വനവ രഗത 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 ഐടക രാധിക നാദക രീതക നാദക രാധിക രാധക രീതക നാദക രാധിക ഐഡൽ കടക രഗത 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 രഗതര ഘടകൽ ടകനാദിക നാദക രീതക നംശല ഘടകൽ കടകര ദിരവൽ ടകനാദിക നംദര വന്ദല 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 വൽപവ വന്ദര ഊടാ വനവ ഹതന രഗത 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 ടാ രഗതര ഘടക ത്വീടവ രംദൽ കടകം ദിരവല ശിതവൽ ടകനാദിക രേദിക നാദക രീതക രേദിക നാദക രീതക ഈഗൽ കമന ഹത്തര റുവലൗഡ രബ ശന്ദലവോഡ ദിരവശൗഡ ഈഗൽ സീഗ ശബ്ദ രിഗത സംദല ഹസ്തി ഈഗൽ കമന ദിഗാരഗ ദിഗര. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകത്തിന്റെ തീയ ഈ രാത്രി ചില കെട്ടിനെ പൊട്ടിക്കുക. ഏത് വ്യാപാര ശക്തിയാണെങ്കിലും, ഏത് പൈശാചിക പോരാണെങ്കിലും ഈ രാത്രി യേശുവിന്റെ രക്തത്തിൽ അഴിഞ്ഞു മാറട്ടെ. Yes, 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 yes. ഓ ശബന രഗതര ഘടകൽ പവതര ഘടകൽ കടിതര ഘടകൽ അസ്തൽ കടകം നിരവൽ കടക രഗത 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 ദീവൽ കടകൽ കടിതര ഘടക പീഡവരന്തര വംതല വംതല വൽപവ വന്തര ആസാദന രക്ഷക രാധിക നാദക രീത യേശുവിന്റെ നാമത്തിൽ യേശു. ഓ ശബല ഘടകൽ കടിതര ഘടകൽ പവതര രാത്രി ചില രോഗികൾ സൗഖ്യമാകുകയാണ്. രാത്രി ചില ബന്ധനങ്ങൾ അഴിയുകയാണ്. ആത്മാവിൽ ഞാൻ കാണുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഏത് പൈശാചിക പോരാട്ടമാണെങ്കിലും, ഏത് ആഭിചാര ബന്ധനമാണെങ്കിലും ഈ രാത്രി അഴിഞ്ഞു മാറുന്ന ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല, ഈ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ തീയുള്ളിൽ തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി ചിലത് ഉരുകി മാറുകയാ. ഓ യേശുവിൻ്റെ നാമത്തിൽ അത്യന്ത ശക്തിയുടെ വ്യാപാരം, അഭിഷേകത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ തീയാൽ, ആത്മാവിൻ്റെ തീയാൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ദൂതൻ വന്നാൽ ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഓരോ സമയങ്ങളിൽ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ആദ്യം മുതൽ വചനം വായിച്ചാൽ ഭക്തന്മാർക്ക് വേണ്ടി എപ്പോഴൊക്കെയോ ഇറങ്ങി വന്ന ദൂതൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ദൂതൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ അവകാശം ദമ്മേശേക്കുകാരനായ എലിയാസറിനായി പോകുമല്ലോ. ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നിനക്കൊരവകാശം ഉണ്ടാകും, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. നീ കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കാം. ഈ ദൂത് കേട്ടെങ്കിലും അടുത്ത 25 വർഷം ദൈവം പിന്നെ ഒന്നും മിണ്ടിയില്ല. അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടെങ്കിലും സാറയുടെ വാക്കാണ് താൻ അനുസരിച്ചത്. അതുകൊണ്ടാണ് ദൈവം പിന്നെ മിണ്ടാതിരുന്നത്. പക്ഷെ ഒരിക്കൽ ദൂതൻ ഇറങ്ങി വന്നു. വീടിനകത്തേക്ക് വന്നിട്ട് അബ്രഹാമിൻ്റെ കൈ പിടിച്ച് പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, നീ നോക്കിക്കേ, ഒരിക്കൽ നീ കണ്ട ദർശനമുണ്ടല്ലോ, അത് നിറവേറാൻ പോവുകയാണ്. നീ കൂടാരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുക, പക്ഷെ നിൻ്റെ വാഗ്ദത്തം വെളിപ്പെടാനുള്ള സമയമായി. നിൻ്റെ വീടിനകത്ത് ചില വിടുതൽ വെളിപ്പെടാനുള്ള സമയമായി. ഇത് കേട്ടപ്പോൾ സാറ ചിരിച്ചു. ഈ വീടിനകത്ത് ഇതുവരെ ചിരിയില്ലായിരുന്നു. ഈ വീടിനകത്ത് കലഹത്തിൻ്റെ ഒരു സന്തതിയാണ് വളരുന്നേ. പക്ഷേ ഈ ദൂതൻ വന്നത് എന്തിനെന്നറിയാമോ? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നഷ്ടപ്പെട്ട വാഗ്ദത്തം മടക്കി കൊടുക്കാൻ. 2, വീടിനകത്ത് ചിരി പുറപ്പെടുവിക്കാൻ. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി വരുന്നത് എന്തിനെന്നറിയാമോ? നിൻ്റെ വീടിനകത്ത് സന്തോഷിപ്പാൻ കഴിയാതെ, ചിരിക്കുവാൻ കഴിയാതെ, കലഹവും ശണ്ടയും മാമയും നിരാശയും ആകുലതകളും ടെൻഷനും കൊണ്ട് നിറച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിന് പ്രാർത്ഥിക്കുന്നു, എന്തിന് ഉപവസിക്കുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ എൻ്റെ വാഗ്ദത്തം നടക്കത്തില്ലെന്ന് പറയുന്ന നിരാശയുടെ വാക്കിൻ്റെ നടുവിൽ ഈ രാത്രി ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നു, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു ചിരി മടക്കി തരാൻ പോവുകയാ, നിൻ്റെ വീടിനകത്തൊരു സന്തോഷം വെളിപ്പെടാൻ പോവുകയാ. എത്ര കാലമായി നീ ഒന്ന് ചിരിച്ചിട്ട്, എത്ര കാലമായി നീ ഒന്ന് ആരാധിച്ചിട്ട്, വീടിനകത്തൊരു സ്വസ്ഥത അനുഭവിച്ചിട്ട് എത്ര കാലമായി? ഓ, യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഉണ്ടെന്ന് പറയുന്നു, ദൈവം സംസാരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടതുപോലല്ലേ ജീവിതത്തിലെ പോക്ക്. എന്നാൽ ഇന്ന് രാത്രി ദൂതൻ വരുന്നത് നിന്റെ വീടിനകത്ത് ഒരു ആനന്ദം പുറപ്പെടുവിക്കുവാനാ. ഇസ്മായേലിന്റെ സന്തതി വളർന്ന് 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 ഒരു കലഹത്തിന്റെ വ്യാപാരം വീടിനകത്ത് പോരാടി നിൽക്കുമ്പോൾ ഒരു വാഗ്ദത്ത സന്തതിയെ ജനിപ്പിക്കുവാനുള്ള വാഗ്ദത്തം ദൈവം നിന്റെ വീടിനകത്ത് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ അവിടെ വന്നത് അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കാനാ. പക്ഷെ മറ്റൊരിടത്ത് ദൂതൻ വന്നു, ഗിദെയോൻ. അവൻ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത് എന്ത്? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ. പാരമ്പര്യം ഒത്തിരി പറയാനുണ്ട്, പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് ഇവരൊത്തിരി പറയാനുണ്ട്, പരിചയങ്ങളെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയപ്പെട്ട് മലകളിലും ഗുഹകളിലും ഇവർ പാർക്കുക. ആ ദൂതൻ കരുവേലകത്തിന് കീഴെ ഇരിക്കുന്ന അബിയേസരനായ ഗിദെയോനെതിരെ അവനെതിരെ ഒരു കല്ലിന്മേലിരുന്നു. ഗിദെയോൻ്റെ പ്രശ്നം അധ്വാനമുണ്ട്, നന്മയൊന്നുമില്ല. പ്രയത്നങ്ങളുണ്ട്, ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഗിദെയോൻ ഒരു കാര്യം ചെയ്തു. ഗോതമ്പ് കളത്തിലല്ല അവൻ എന്ത് ചെയ്തത്? ഗോതമ്പ് മെതിച്ചത്, മുന്തിരിച്ചക്കിനരികെയാണ് മെതിച്ചത്. സ്വത്ര ഗോതമ്പ് കളത്തിലെ അധ്വാനങ്ങൾ എല്ലാം നഷ്ടമാകുമ്പോൾ ആത്മീയ അനുഭവത്തിൽ മുന്തിരിച്ചക്കിനരികെ ആരാധനയോട് കൂടെയുള്ള നിൻ്റെ അധ്വാനങ്ങളെ ബലവത്താക്കുന്നവനാ ദൈവം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ദൂതൻ അവനോട് പറഞ്ഞു, മിദ്യാന്യരെ ഭയപ്പെട്ട് നിങ്ങൾ ഇനി ഓടി ഒളിക്കുകയല്ല വേണ്ടത്, മിദ്യാന്യർ നിന്നെ ഭയപ്പെടാൻ പോവുകയാണ്.
നീ ആരെ ഭയപ്പെട്ടോ നിന്നെ ഇനി അവർ ഭയപ്പെടാൻ പോവുകയാണ്. അതിനാ ദൂതൻ വന്നത്. നഷ്ടപ്പെട്ടത് മടക്കി കൊടുക്കാനാ, പിടിച്ചു വെച്ചത് തിരിച്ചെടുക്കാനാ ദൂതൻ വന്നത്. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങിയാൽ ചില ഭൗതിക തലത്തിൽ വിടുതൽ വ്യാപരിക്കുന്ന രാത്രിയാൽ നിന്റെ നഷ്ടങ്ങളുടെ നടുവിൽ, അധ്വാനങ്ങളുടെ നഷ്ടങ്ങളുടെ നടുവിൽ ഈ രാത്രി ചിലത് മടക്കി തരാൻ പോവുകയാണ്. ഈ ദൂതൻ കല്ലിന് മേലിരിക്കുകയാണ്. അമ്മ കല്ലിന് മേളിൽ ഇരുന്ന മറ്റൊരു ദൂതനെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അമ്മേൻ മഗ്ദലക്കാരത്തെ മറിയും മറ്റ് ശിഷ്യരും യേശുവിൻ്റെ കല്ലറയിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഈ കല്ല് ആര് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? പക്ഷെ കല്ല് ഉരുട്ടി മാറ്റിയത് മാത്രമല്ല, കല്ലിൻ്റെ മേൽ ഒരു ദൂതൻ ഇരിക്കുന്നതും അവർ കണ്ടു. എന്തിനാ ദൂതനെ നീ കല്ലിൻ്റെ മേൽ ഇരുന്നത്? നീയാണോ ഈ കല്ല് ഉരുട്ടി മാറ്റിയത്? ദൂതൻ പറയും, ഞാനാ ഈ കല്ല് ഉരുട്ടി മാറ്റിയത്. എന്നിട്ടെന്താ നീ പോകാഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്താ? ദൂതൻ പറയും, ഈ കല്ല് ഞാൻ ഉരുട്ടി മാറ്റി, പക്ഷേ ഇതിൻ്റെ മേലിരിക്കുന്നതിൻ്റെ കാരണം ഇനി മേലാലും ആരും ഈ കല്ല് തിരിച്ച് ഉരുട്ടി വയ്ക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയുക, പ്രാപിച്ച വിടുതലിനെതിരെ പോരാടുന്ന ഒരു അന്ധകാര ശക്തി ഇനിയും ചിലത് നിനക്കെതിരെ വെല്ലുവിളിക്കാതിരിക്കാൻ ഒരു ദൂതൻ ഇറങ്ങി വരും. ഇന്നലെ പ്രാപിച്ചൊരു വിടുതലാ, ഇന്നലെ പ്രാപിച്ച രോഗശാന്തിയാ, ഇന്നലെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് തുറന്നിട്ട ഒരു വാതിലാ. വീണ്ടും അതിനെ അടയ്ക്കാൻ, വീണ്ടും നിൻ്റെ യാത്രയ്ക്കെതിരെ കല്ല് വയ്ക്കാൻ, വീണ്ടും നിൻ്റെ ഭാവിക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ കല്ല് വയ്ക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തികൾ ഇനി അത് പിടിച്ച് ഉരുട്ടി വയ്ക്കാതിരിക്കാൻ ഈ ദൂതൻ പറയാ, ഇനി ഉരുളത്തില്ല, തിരിച്ചുരുളത്തില്ല. ഞാൻ മാറ്റിയത് ഞാൻ ഇനി തിരിച്ചുരുളത്തില്ല. ദൈവം സൗഖ്യമാക്കിയത്, ദൈവം തുറന്ന വഴി, ദൈവം തുറപ്പെടുവിച്ചത്, ദൈവം ഒരുക്കിയത് അതിനെ നഷ്ടപ്പെടുത്താൻ ഇനി സമ്മതിക്കത്തില്ല. Glory, 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 glory. Glory, glory, glory. ഈ രാത്രി വിശ്വസിക്കുക, നിനക്ക് വേണ്ടി തുറന്ന വാതിലടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദൂതൻ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം തുറന്നതാണെങ്കിൽ ഒരാഭിചാര ശക്തിയും അതിനെ ഇനി അടയ്ക്കത്തില്ല. നിൻ്റെ മേലധികാരി എത്ര വിചാരിച്ചാൽ അതിനെ അടയ്ക്കാൻ ഒക്കത്തില്ല. ആരൊക്കെ നിനക്കെതിരെ റിപ്പോർട്ട് ചെയ്താൽ അതിനെ അടയ്ക്കാൻ ഒക്കത്തില്ല. ആരൊക്കെ അതിനെ അടയ്ക്കാൻ ഒക്കത്തില്ല. ദൈവം തുറന്നതിനെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി തുറന്നതാണെങ്കിൽ, നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയ കല്ലാണെങ്കിൽ ഇന്ന് രാത്രി അത് തിരിച്ചുരുളുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ചിലതിനെ തർച്ചനം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന കൂളം കലക്കം. പക്ഷെ അവിടുത്തെ ഒരു കണ്ടീഷനുണ്ട്. ദ വൺ ഹൂ റെസ്പോണ്ട് ഫസ്റ്റ്ലി ടു ദ ട്രബിൾഡ് വാട്ടർ ഹീ വിൽ ബി ഹീൽഡ്. ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിടുതൽ വെളിപ്പെടുന്ന സമയം ഇതിനോട് ആര് റെസ്പോണ്ട് ചെയ്യുന്നോ അവർക്കാണ് സൗഖ്യം. അതാ കണ്ടീഷൻ. പ്രൈസ് ദി ലോർഡ്. റെസ്പോണ്ടിങ് പവർ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക കഴിവ്, പ്രതികരണശേഷി, പ്രതികരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ
ആത്മീയ ഉണർവ് നടക്കുമ്പോൾ, വലിയ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, ഒത്താൽ ഞാനൊന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഒരു പരുവത്തിന് ഇവിടെ വന്നിരുന്ന് പുറകിലിരുന്ന് കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്ന് ആരൊക്കെ പാടുന്നു, ആരൊക്കെ കൈയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കിപ്പോയാൽ ഒന്നും കിട്ടതിനില്ല. അതാണ് ഒരു റെസ്പോൺസ്. മറ്റൊരു റെസ്പോൺസ് ഉണ്ട്. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആരും ഉപവസിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക, എനിക്ക് ചില വിടുതൽ വേണം. ആരെ പ്രസംഗിക്കുന്നത് എനിക്ക് വിഷയമല്ല. ഈ ദിവസങ്ങളിൽ എനിക്ക് മുട്ടിപ്പായി എനിക്കൊരു വിഷയത്തിന് മറുപടി ഉണ്ടേ പറ്റും. എൻ്റെ വിടുതലാ, എൻ്റെ നന്മയാ, എൻ്റെ സൗഖ്യമാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എനിക്കാ പ്രവർത്തിക്കുന്നത്. ഇതെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രാർത്ഥനയാ. നീ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുക, അവിടെ വിടുതൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ ഹന്ന പ്രാർത്ഥിക്കാൻ പോയി. ആലയത്തിലെ പ്രാർത്ഥനയിൽ ഹന്ന അവൾ പ്രാർത്ഥിച്ചു, വാ തുറന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ഏലി പുരോഹിതൻ വന്ന് ചോദിക്കുക, നീ എന്തിനാ ഇത്ര രാവിലെ മദ്യപിച്ചിരിക്കുന്നേ? ഞങ്ങളൊക്കെ രാത്രിയിലേ കുടിക്കത്തുള്ളൂ, നീ എന്താ ഇത്ര രാവിലെ കുടിച്ചേന്ന് ചോദിച്ചേ. ഒരു പ്രസംഗകൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആ പുരോഹിതൻ വായി നോക്കിയായിരുന്നെന്ന്. അവിടെ കൊണ്ട് വേദോസ്തത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ശരിയാ, അവളുടെ വായെ സൂക്ഷിച്ച് നോക്കിയെന്ന്. ഇയാൾക്ക് വല്ല കാര്യമുണ്ടോ? എന്തായാലും അവൾ പറഞ്ഞു, ഇത്രയൊക്കെ ടീസ് ചെയ്തിട്ടും ഇത്രയൊക്കെ റെഡിക്യൂൾ ചെയ്തിട്ടും ഈ സഹോദരി പറഞ്ഞ ഒറ്റ വാക്ക്, ഇല്ല യജമാനനെ, ഹല്ലേലൂയ, നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു നീച സ്ത്രീ അല്ല. നമുക്കൊക്കെ ആ പ്രതികരണ ശേഷി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിടുതലിന് തടസ്സം. പാസ്റ്റർ 21 40 നടത്തിക്കോ, ഞാൻ വന്നിരുന്ന എത്ര ഭാഷ വേണമെങ്കിലും പറയാമെന്ന് പറയുന്ന പാർട്ടികളുണ്ട്. പക്ഷേ ആ ഭാഷയ്ക്ക് ശേഷം വേറൊരു ഭാഷയും അവരുടെ നാവിൽ നിന്ന് വരും. അപ്പം ഇത്രയും ദിവസം പറഞ്ഞ ഭാഷയുടെ എല്ലാ വെയിറ്റും പിന്നെ പറഞ്ഞ ഭാഷയോട് കൂടെ നശിക്കും. ഞാൻ പറഞ്ഞത് ക്ലിക്കായിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ട് ആർക്കെല്ലാം? പ്രൈസ് ദി ലോർഡ്. ആരാധനയും പാട്ടും സ്തോത്രവും അന്യഭാഷയും കയ്യടിയും ഉണർവും എല്ലാം ഉണ്ടെങ്കിലും നമ്മളെ ഒന്ന് ഇളക്കുന്ന, നമ്മളെ ഒന്ന് പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അറിയാം ഇത്രയും നാൾ ഉപവസിച്ച ആൾ ആരാണെന്ന്. സ്തോത്രം. നിങ്ങൾ ഇതല്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് കേൾക്കണം. സ്തോത്രം. ഈ കയ്യടിയും പാട്ടും ബഹളവും അന്യഭാഷയും പ്രവചനവും വ്യാഖ്യാനവും ഈ ഉപവാസത്തിൻ്റെ കോലാഹലമൊക്കെ അതിനൊക്കെ ശേഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു വാക്കിൻ്റെ മുൻപിൽ പോലും നമ്മളുടെ അന്യഭാഷയും പ്രവചനവും ദൂതും സുവാസവും എല്ലാം മറന്നു പോകാറില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ? സ്തോത്രം. ഇത് സഭയ്ക്കകത്തായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ഇടത്തില്ലാത്ത പ്രശ്നങ്ങൾ ധാരാളം ഇവിടെ ഇല്ലേ? 10 പേര് കൂടുമ്പോൾ 11ാമത് ഒരാൾ വരുമ്പോൾ അടുത്ത സഭയായി മാറുകയല്ലേ? എന്താ കാര്യം? പ്രതികരണശേഷിയുടെ പ്രശ്നമാണ്. നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. നമുക്ക് മറ്റൊരാളെ അംഗീകരിപ്പാൻ കഴിയുന്നില്ല, സ്നേഹിപ്പാൻ കഴിയുന്നില്ല, ക്ഷമിപ്പാൻ കഴിയുന്നില്ല. പക്ഷേ അതൊക്കെ വേറെ ഭാഗമാണ്. കൃപാവരങ്ങളെക്കുറിച്ച് വല്ലതും പറ. കൃപാവരങ്ങളല്ല നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്, വിശുദ്ധ ജീവിതമാണ് സ്വർഗത്തിലെത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ പ്രവചനം അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ സാക്ഷ്യമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ കാത്തിരിപ്യോഗമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ സ്തോത്ര കാഴ്ചയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ദശാംശമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിവാഹ പ്രാർത്ഥനയിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച്? ഒരു പടിയും കൂടെ നാം ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ശുദ്ധീകരണത്തെ വിശുദ്ധിയൊക്കെ നാം അളക്കുന്നത് നാം നമ്മുടെ അടുത്തിരിക്കുന്ന ആളോടുള്ള ബന്ധത്തിലാണ്.
അല്ലെങ്കിൽ നാം കണ്ട ഒരു പാസ്റ്ററോടുള്ള ബന്ധത്തിലാണ് നമ്മൾ അളക്കുന്ന വിശുദ്ധി. അതല്ല വിശുദ്ധിയുടെ അളവുകോൽ. നമ്മൾ ചിന്തിക്കും ഞാൻ വിശുദ്ധനാ, ഞാൻ വിശുദ്ധയാ. എൻ്റെ കൂട്ട് സഹോദരി കണ്ടില്ലേ, അവരെക്കാൾ എത്രയോ നല്ലതാ ഞാൻ. എൻ്റെ കൂടെ ആരാധിച്ച ആളിനെ കാണുന്നില്ല, അദ്ദേഹത്തെക്കാൾ ഞാൻ എത്ര നല്ലതാ. ആ പാസ്റ്ററെ കണ്ടില്ലേ, അദ്ദേഹത്തെ അങ്ങനെ. അതിനേക്കാളൊക്കെ ഞാൻ വിശുദ്ധനാ. ആ ലീഡറെ കണ്ടില്ലേ, ആ നേതാവിനെ കണ്ടില്ലേ, അദ്ദേഹത്തെക്കാളൊക്കെ ഞാൻ എത്ര വിശുദ്ധനാ. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു പാസ്റ്ററല്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. കർത്താവോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശുദ്ധി കണക്ക് കൂട്ടിയാൽ അപ്പോൾ ഞാൻ പറയും, അയ്യോ കർത്താവേ ഞാൻ പാപിയാ. അപ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ, ഞാൻ ഒന്നുമായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത് നല്ലതാ, ആത്മാവിൽ നിറഞ്ഞത് നല്ലതാ, അന്യഭാഷ പറഞ്ഞത് നല്ലതാ. പക്ഷെ അതൊന്നും സ്വയം നീതീകരണമായി മാറരുത്. അതെല്ലാം ഞാൻ വിശുദ്ധനായി എന്നുള്ള ഭാവത്തിൽ മാറരുത്. മറ്റാരും പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നു, അതുകൊണ്ട് ഞാൻ നല്ലതായി എന്ന് വരരുത്. നമ്മുടെ അളവുകോൽ, മെഷറിംഗ് റോഡ് അളവുകോൽ നമ്മുടെ കർത്താവാണ്. ഇന്ന് രാത്രി കർത്താവിനെ കുറിച്ചുള്ള ദർശനം പ്രാപിക്കുമ്പോൾ നാം തന്നെ അലറിക്കരയണം, എനിക്ക് ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് രൂപാന്തരപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹന്ന തുടർമാനം പ്രാർത്ഥിച്ചു വന്ന ആ പ്രാർത്ഥനയുടെ ആകത്തുക തീരുമാനിച്ച ദിവസമാ ഏലി ചോദിച്ച ദിവസം. ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാ വിടുതലും അവളുടെ അടുത്ത വാക്കിൽ അവൾക്ക് നഷ്ടപ്പെടുത്താമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഏലി അങ്ങനെ ചോദിച്ചെങ്കിലും പുരോഹിതനാണ് എന്നുള്ള സ്ഥാനം അവൾ മറന്നില്ല. ഇത് ദൈവാലയമാണ് എന്നുള്ള സ്ഥിതി അവൾ മറന്നില്ല. അത് ദൈവം കേൾക്കുന്നു എന്നുള്ളത് അവൾ മറന്നില്ല. ആരും കേൾക്കാതെ ഫോണിലൂടെ സംസാരിച്ചതും, നിൻ്റെ കൂട്ടുവിശ്വാസിയെക്കുറിച്ച് നീ വിമർശിച്ചതും, നിൻ്റെ ശുശ്രൂഷകനെക്കുറിച്ച് നീ കുറ്റം പറഞ്ഞതും ആരും കേട്ടില്ലെങ്കിലും നിൻ്റെ അധരങ്ങളെ സൂക്ഷിച്ച് കേൾക്കുന്ന സ്വർഗം പറയുന്നു, നിൻ്റെ വാക്ക് നിമിത്തം നിൻ്റെ വിടുതൽ നിശ്ചയിക്കപ്പെടാം. അടുത്ത ദിവസം, അടുത്ത വർഷം ഹന്ന ഒരു മറുപടി കിട്ടി. അവളുടെ മുഖം വാടിയില്ല. പ്രാർത്ഥന കഴിഞ്ഞ് മുഖം വാടാതിരിക്കണമെങ്കിൽ ദൈവമായുള്ള റെസ്പോൺസ് കറക്റ്റായിരിക്കണം. സ്തോത്രം. ഇവിടെ ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകാം. യഗസ്കേൽ ദൂത് പറയുന്നു, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ലോജിക്കലി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവനുള്ളതാണ് ചലിക്കുന്നത്. ജീവനുള്ളതിൻ്റെ പ്രത്യേകതയാണ് ചലിക്കുക, വളരുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഗസ്കേൽ പറയുന്നു, ജീവനുള്ളത് ചലിക്കുകയല്ല, ചലിക്കുന്നത് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ അവൻ കോൺട്രഡിക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താ? നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ജീവനുള്ളത് ചലിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ആത്മാ പറയുന്നത് ചലിക്കുന്നത് ജീവിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൻ്റെ നദി ഒഴുകുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ആരുണ്ടോ അവരുടെ മേൽ ആദ്യം ഇറങ്ങും. റെസ്പോണ്ട് ചെയ്യുന്ന ആരുണ്ടോ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കും. റെസ്പോണ്ട് ചെയ്യുന്ന ആരുണ്ടോ അവരുടെ മേൽ ശക്തി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി റെസ്പോണ്ട് ചെയ്യാൻ ഗ്ലോറി 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 ജിബാലബാരബാനിഗാതുക ഋദലസ്തുര വൗഷന്തല റിബൽ ഖമനഹതുരാദരാദ. ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മനദി ഒഴുകട്ടെ, അതിലേക്ക് ഇറങ്ങിച്ചാടാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകുക? എത്ര പേർ ഒരുക്കപ്പെടുക? ആത്മാവിന്റെ നദി, ആത്മാവിന്റെ നദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തുടർന്നും സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും
സമയത്തിൻ്റെ പരിമിതിയിൽ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകുന്നുണ്ട്. ഇതിനോട് റെസ്പോണ്ട് ചെയ്താൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഒരു വിടുതൽ വ്യാപരിക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്താൽ ഒരു വിടുതൽ വ്യാപരിക്കും. മാർത്ത യേശു വരുന്നുവെന്ന് കേട്ടപ്പോൾ ഇവളാണ് മുൻപേ ഓടി വന്നത്. ഇവളാണ് അവിടുത്തെ കാര്യവിചാരകം നടത്തുന്നത്. വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല, പ്രാർത്ഥിക്കുന്നവളായിട്ടൊന്നും അല്ല, അവൾ അവിടുത്തെ മേജറായിട്ടിരിക്കുന്നത്. ഇന്നത്തെ പല സഭകളെ പോലെയും വിശ്വസിക്കാത്തവരും കാമേശ്വരം അഭിഷേകം ഇല്ലാത്തവരും ഒക്കെയാ നേതൃത്വം കൊടുക്കുന്നത് പോലെ ഈ വീട്ടിൽ ദൈവത്തെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്ത മാർത്തയാ മുമ്പിൽ നിൽക്കുന്നത്. അവൾ വന്ന് യേശുവിനോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യേശു ഇതെല്ലാം പറയുന്നെങ്കിലും അവൾ ഒന്നും ഗ്രഹിക്കുന്നില്ല. അവൾ തിരിച്ചു പോയി വീട്ടിൽ ചെന്നിട്ട് മറിയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് ചാടി യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു ആ ഗ്രാമത്തിലേക്ക് കടന്നു. മാർത്ത യേശുവിനെ എവിടെ വിട്ടേച്ച് പോയോ അവിടെ തന്നെ യേശു നിൽക്കുകയായിരുന്നു. പക്ഷെ മറിയ വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ റെസ്പോൺസ് ആണ് നിൻ്റെ കല്ലറ തുറക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. നിനക്കൊരു വിടുതൽ വേണമോ, നിനക്കൊരു സൗഖ്യം വേണമോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് നിൻ്റെ പ്രതികരണമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമോ വേണ്ടയോ, സ്നാനപ്പെട്ട് ഒരു വിടുതൽ അനുഭവിക്കണോ വേണ്ടോ എന്ന് വ്യക്തിപരമായി തീരുമാനിക്കണം. വേർവിട്ട് ഞാൻ ആരാധിക്കണമോ, ഞാൻ കർത്താവിന് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി വേർതിരിയണമോ എന്ന് നീ റെസ്പോണ്ട് ചെയ്താൽ അതിനകത്ത് ആ വിടുതലിരിക്കുന്നത്. ഈ രാത്രി വിശ്വസിക്കുക, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു. ഇവിടെ ഒഴുകുന്ന അഭിഷേകത്തിൻ്റെ നദി ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു, എന്നിലേക്ക് ഒഴുകുകയാണ്. അതിന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഇന്ന് രാത്രി നീ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ ഈ നദി നിൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി ആ ഇരിപ്പുകളെയൊക്കെ ഒന്ന് ക്രമീകരിച്ചാട്ട്, മുഴങ്കാലിരിക്കാൻ കഴിയുന്നവരൊക്കെ മുഴങ്കാലിലൊന്ന് ഇരുന്നാട്ട്, ആത്മാവിൻ്റെ നദി ഇവിടെ ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നദി ഇവിടെ ഒഴുകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നദി ഇവിടെ ഒഴുകുമ്പോൾ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു രോഗശാന്തി വേണം, എനിക്കൊരു ആത്മനിറവ് വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു അഭിഷേകം വേണം. ഈ രാത്രി ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെടുവാൻ എത്ര പേർ തയ്യാറാകുക? ഒരു ദൂതനെ നോക്കി നിൽക്കണ്ട. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഓ യേശുവിന്റെ നാമത്തില് കുളം കലങ്ങുന്നത് കാത്തിരിക്കണ്ട. ഇപ്പോൾ തന്നെ നിന്റെ വിടുതൽ വ്യാപരിക്കുകയാ. ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യം വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ അഭിഷേകം വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ ബന്ധനങ്ങൾ അഴിയുക. ഇപ്പോൾ തന്നെ നിന്റെ കെട്ടുകൾ പൊട്ടുക. ഇപ്പോൾ തന്നെ നിന്റെ വഴി തുറക്കുക. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിടുതലിന്റെ പകല. ദീവല വാദക നാദക രീദക നംശര ഗടകൽ പവദര ഗടകൽ കടകര ദിരവൽ കടകര ദിരവല ദീവൽ കടകര ദിരവൽ കടകര ദിരവൽ കടക രഗദ 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 ദീവൽ കടകര ദിരവല ശിതവല ഓ രാവനവൽ കടക രഗദര ഗടക ശബ്ദല വന്തര വന്തല വൽപവ വന്തര വനവല ശിതവല ദീവൽ കടകര ദിരവല ശിതവല ഗടകൽ കടക നഗദ നഗദ രഗദ 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 രഗദര ദീവന വാദക നാദിക നാദക രാദക രീദക യേശുവിന്റെ നാമത്തിൽ ഓ രാവനവൽ പവദര ഗടക ശബ്ദല വൽപവ വന്തര വലവല ദീവൽ കടക ദിരവാ ഹദന ദിരവാ ശിതവാ ഹദന ദിരവൽ കടക ദിരവല ഓരവനാദിക രാദിക രാദിക രാദക രേദക നീദക നാദക രീദക രേദിക ഓരൽ കടക ദരവാ ഹദന ദരവാ ശിതവൽ കടക ദിരവല ഈവൽ കടക ദിരവാ ശിതവാ ഹദന ദിരവല ശിതവല കടകല
ഈവൽ കടകരതിരവൽ കടകരതിരവല ശിതവല അസ്തം ഭക്ഷകനാദകനാദക രീതകരാദക രേതികനാദക രീതകരാദക ദീവാരേതകനാദക രീതകനാദകനാദക രീതകനാദക രീതകനംശര കടകൽ കടകാതിരവല ശിതവല ഓരവനാദക രീതകനാദക രീതകനാദക ഹസ്തവനം ശരകടകൾ പവതര കടകൾ കടിതര കടകൾ കടിതര കടകൾ പിടവര ഉടവൽ പവതര കടകൾ ശബ്ദല വൽപവ വന്തര വനവല ശിതവല അൽഹത്താനികനാദികരാധക രേതികനാദക രീതകനാദക ഊടവരന്തര വൽപവ വന്തര വനവൽ കടകാരകദാരകദ ഊടാ വരവാ ഹതനാ രഗദാ 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 ഈവൽ കടകര ദിരവൽ കടകര ഊടവനാദകരീതകനം ശരഗസ്തര വന്ദല വന്ദല വലവല ശിതവല കടകല ഹസ്തൽ കടകൽ കടകര ദിരവല ശിതവൽ കടകര ദിരവൽ കടകാരഗദാ രഗദാ ഈവന വസ്തര വക്ഷകരാധിക നന്ദര വന്ദല വത്തര വനവല ശിതവൽ കടകര ഹസ്തം ഭക്ഷകരന്തുര വലവല ശിതവൽ കടകാരഗദാ രഗദാ 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 ഈവല വാദികനാദക രീതകനേതക നാദക രീതകനം ശരകടകൽ പവതര കടക യേശുവിനാമത്തിൽ യേശാധികാര പോരികൾ അതിന്റെ വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഊടവനം ശരകത്തിര വന്തല വത്തല വൽ കടകക്ഷകരന്തുര വൽപവ വത്തര വംശകനന്തുരി അത്തൽ കടക തീരവരം ചൽ കടകൽ കടകാരഗദാരഗദാരഗദാരഗദ ഊടവാന സന്താരാദ രീദാ 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 രേദി 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 അസ്തരകക്ഷകരത്തുര വത്തല വത്തല വൽ കടകക്ഷകരന്തര വത്തല വൽപവ വത്തര വംശകനന്തുര വൽപവ വത്തര വംശകനന്തുര വലവല ഓ ശാവാ വാ 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 സിതാവാന വൽപവൈഡ ഊടവനന്തര വത്തല വത്തല വൽപടകക്ഷകരന്തുര വലവല വൽപവദര കടക തീര വത്ത വത്ത വൽപവൈഡ വത്തി വൽപവൈഡി യെസ് യേശുവിന്റെ നാമത്തിൽ പോരികളെ ശാസിക്കുക. ഓ ശവനാദക നീദക നാദക യെസ് 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 കർത്താവേ യെസ് ഉടവര ദിരാവന വൽപവദന രഗദര വല ശതുര വല 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 ഓ ശവൽ കടാനകതുര വല വല. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രികാല ദൈവസംരക്ഷണം സ്വീകരിച്ച് കടന്നു അനുഗ്രഹിക്കപ്പെട്ട സുരക്ഷിത കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ വലിയ വ്യക്തിപരമാണ്. നന്ദി അറിയിക്കാൻ നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉപവാസത്തിന്റെ 16ാമത് രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ച എല്ലാ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. കർത്താവ് തന്റെ ദാസനെ നമ്മുടെ മധ്യ അയച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവ് പകർന്ന എല്ലാ വിടുതലുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് 16ാമത് രാത്രികാലം നമ്മോട് ഇടപെട്ടത് ഹല്ലേലൂയ. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചല്ലോ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. മുൻവിധിയോടുകൂടെയാണോ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നമ്മുടേതായ ചില ചിന്താഗതികളോടാണോ നാം ഇരിക്കുന്നത്? ദൈവ ശബ്ദം ഒന്ന് കേൾക്കാൻ, ദൈവ മഹത്വം ഒന്ന് കാണാൻ, ദൈവ സാന്നിധ്യത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഈ ദിവസങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. നാം റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. ദൂതൻ അളക്കുന്നതിനനുസരിച്ച് നടക്കാൻ തയ്യാറാകുന്നവന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ആഴത്തിലേക്ക് പിന്നെയും അളക്കാൻ ദൂതൻ തയ്യാറാകുമെന്ന്. ഹല്ലേലൂയ. വചനത്തിൽ കിടക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കുളം കലക്കുമ്പോ അതിലേക്കൊന്ന് ഇറങ്ങാൻ ഹല്ലേലൂയ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഒരു നിമിഷം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവ ശബ്ദത്തിന് മുമ്പ്, ദൈവ സാന്നിധ്യത്തിന് മുമ്പ്, ദൈവ പ്രവൃത്തിക്ക് മുമ്പിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നവരായി, ആത്മാവിലൊന്ന് പ്രതികരിക്കുന്നവരായി തീരുവാൻ
നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ദൈവാത്മാവ് സംസാരിച്ചല്ലോ. കർത്താവിനെ കൃപയുടെ മറക്കടനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി പൂർണ്ണമായി ഉപസിക്കുന്ന ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ കോമ്പൗണ്ടായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇരുളിന്റെ ആഴങ്ങളെ കർത്താവ് ദിവസങ്ങളിൽ പൂർണ്ണമായി ശാസിപ്പാൻ, അന്ധകാര മണ്ഡലങ്ങളെ കർത്താവ് ശാസിപ്പാൻ, ആത്മാവിൽ ജയക്കൊടി ഉയർത്തുവാൻ, ദൈവകരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുവാൻ, യഹോവ നിസ്സിയായി വെളിപ്പെടാൻ ദൈവകാരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസ്ഥ. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല രാത്രികാലം അങ്ങയുടെ കുഞ്ഞുങ്ങളാകെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാതപടത്തിലായിരിക്കാൻ, അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കി അങ്ങയുടെ സന്നി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് ഇന്ന് രാത്രികാലം അങ്ങയുടെ ഭക്തനെ ഞങ്ങളുടെ മതി അയച്ച് അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ ഇടപെട്ട എല്ലാ ദൈവശബ്ദങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ ഞങ്ങൾ നിർവിചാരികളായി മുൻവിധികളോടുകൂടെ അടിങ്ങളുടെ ചിന്താഗതികളോടുകൂടെ ഒക്കെ ഇരിക്കുന്ന അനുഭവങ്ങളുടെ നാഥ, ഇന്ന് രാത്രികാലം വചനത്തെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കേൾപ്പിച്ച ആ ശ്രേഷ്ഠവർ ദൈവശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, അങ്ങയുടെ പ്രവർത്തിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നവരായി തീരുവാന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ പറഞ്ഞതുപോലെ അരുളി ചെയ്യുന്നവനെ അടിയൻ കേൾക്കുന്നു എന്ന് പറയത്തക്കവണ്ണം കർത്താവേ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ ദാസനെ സൂക്ഷിക്കാൻ അധികാരപ്പെടുത്തിയല്ലോ. കർത്താവ് നല്ല വിടുതലുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഇരുളിന്റെ ആഴങ്ങളെ ശാസിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. നാസറേനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഉയർന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ഞങ്ങൾ ഇന്ന് രാത്രികാലം ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആധിപത്യങ്ങളെ ശാസിച്ചകറ്റുകയാണ്. അങ്ങയുടെ സന്നി പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തും. കർത്താവെ വ്യക്തികളെ കർത്താവ് വിടുവിക്കും, കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കും. അടികൾ ഓരോരുത്തർ ദൈവ ശക്തി വിടുതൽ അയക്കും. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. വരും സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കും, കൃപയുടെ മറയ്ക്കും. വേർപാടിന്റെ വേദനയിലായിരുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ കരങ്ങളൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് വിടുവിച്ചയക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമുദ്രവാസം കൂട്ടായ്മ നാം ഓർത്ത് വിഷമലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷമലും ഭൂലോകത്തിലാഞ്ച വിഷമാറുമേലും വിശേഷാൽ ഇന്ന് രാത്രികാലം കടന്നു പ്രിയപ്പെട്ടവരുടെ മേലും ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം ജയന്തവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.